मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? സർക്കസിൽ ജോലി ചെയ്യേണ്ട കാര്യമില്ല. വേൾഡ് റെക്കോർഡ് ബുക്കിൽ നിങ്ങളുടെ പേര് വരുത്തിക്കണം. സംശയമുണ്ടോ? നിങ്ങളിപ്പോ ചെയ്യുന്നത് എല്ലാരെ കൊണ്ടും ചെയ്യാൻ കഴിയും. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? തല വെച്ച് സൈക്കിൾ ഓടിക്കണോ? കൊച്ചളിയ, അതും നിറയെ പേര് ചെയ്യാറുണ്ട്. നമുക്ക് സൈക്കിളിനെ തന്നെ തലയിൽ വെച്ചോണ്ട് നടന്നാലോ? അയ്യോ. ഹായ് കിട്ടി. ഹായ്. കിറ്റി, എന്തോ വിഷമത്തിലാണല്ലോ നീ. എന്റെ ഡോൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ വലുതായെന്നാ പറയുന്നേ? ഇപ്പോഴും അതുപോലെ ഉണ്ടല്ലോ. വലുതായി വലുതായി. ഓ, 2 ഇഞ്ചോളം വലുതായി. കുറച്ച് തടിച്ച പോലെയും തോന്നുന്നുണ്ട്. ഹൈറ്റും വെയിറ്റും അല്ല, ഇതിന്റെ വയസ്സ് വളരുന്നു എന്നാണ് പറഞ്ഞത്. ആ, മുടിയും നരച്ചു തുടങ്ങിയിട്ടുണ്ട്. സംശയമുണ്ടോ? എന്റെ ഡോളിനെ വെച്ച് കളിയാക്കിയാണോ? എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. കിറ്റി, പോപ്പട്ട് പറഞ്ഞത് കാര്യമാക്കല്ലേ. അവനൊരു കഴുതയാ. ഒരു നിമിഷം, കഴുത ഞാനാണ്, ഞാൻ മാത്രം. ആ ശരി ശരി, എന്നാ അവനൊരു മടയനാണ്. കിറ്റി, ദയവ് ഇത് തെറ്റിദ്ധരിക്കരുതേ. അതിരിക്കട്ടെ, ഈ ഡോൾ വലുതാവുന്നത് കൊണ്ട് എന്താണ് പ്രോബ്ലം? ഇതിന് വലിയവരെ പോലെ എന്തെങ്കിലും ചെയ്യണ്ടേ? എങ്ങനെ? എങ്ങനെയെന്ന് വെച്ചാ, എന്നാ നമുക്ക് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചാലോ? ആ, ഞങ്ങൾ വലുതായപ്പോ ആദ്യമായിട്ട് പഠിച്ചത് സൈക്കിൾ ഓടിക്കാനാണ്. ഇത് നല്ലൊരു ഐഡിയ ആണ്. ഇനിയിപ്പോ ബൊമ്മ സൈക്കിൾ ഓടിക്കാൻ പഠിക്കാൻ പോവാണോ? ഒന്നും പറയല്ലേ. നിനക്കറിയാലോ ആ ഡോളിന്റെ കാര്യത്തിൽ കിറ്റി എത്ര ഇമോഷണൽ ആണെന്ന്. അവൾ അതിനെ സ്വന്തം കുഞ്ഞിനെ പോലെയാ നോക്കുന്നത്. അവിടെ എന്താ ഒരു മുറുമുറുപ്പ്? അത് ബൊമ്മയെ സൈക്കിൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കായിരുന്നു. അതാണ് ആ കാര്യം. അപ്പൊ ആരാ പഠിപ്പിക്കുന്നത്? ബണ്ണി. ഞാനാ. ആ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തന്നെയല്ലേ പഠിപ്പിച്ചു തന്നത് സൈക്കിൾ ഓടിക്കാൻ. എന്നാ എന്റെ ഡോളിനെ ബണ്ണി തന്നെ പഠിപ്പിക്കണം. അങ്ങനെയല്ലേ ബണ്ണി? ആഹാ. ആ, ബണ്ണി അല്പം കൺഫ്യൂഷനിലാണെന്ന് തോന്നുന്നു. സംശയമുണ്ടോ? എന്ത്? ബണ്ണി പഠിപ്പിക്കില്ലേ? ആ, അടുത്ത വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്ത്? അല്ല, അത് നാളെ തൊട്ട് തന്നെ തുടങ്ങിക്കളയാം. നാളെ ചെയ്യുന്നത് ഇന്ന് ചെയ്യ്, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പൊ ചെയ്യ്. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം, അതുകൊണ്ട് ചെയ്യേണ്ടത് പെട്ടെന്ന് ചെയ്യണം. എന്ന് വെച്ചാൽ നാളെ എന്നത് നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നാളെ ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യണം. ബണ്ണി ഇന്ന് തന്നെ പഠിപ്പിക്കാൻ തുടങ്ങും. സംശയമുണ്ടോ? സത്യമാണോ ബണ്ണി? എന്നാ ഡോളിന് സൈക്കിളിൽ ഇരുത്തൂ. മാറിക്കോ മാറിക്കോ. എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് സൈക്കിൾ പഠിപ്പിക്കുന്നത്. തുടക്കത്തിൽ ഞാൻ കുറച്ച് ഓടിക്കും, പിന്നെ ഡോൾ ഒറ്റയ്ക്ക് പെഡൽ ചവിട്ടി സൈക്കിൾ ഓടിക്കാൻ തുടങ്ങും. എന്റെ ഡോൾ താഴെ വീഴും. ഗ്രീൻ സിഗ്നൽ വരട്ടെ, വെയിറ്റ് ചെയ്യൂ.
ആരും നല്ല മാമ്പഴം വാങ്ങിച്ചില്ലെന്ന് തോന്നുന്നു. ഇത് ചീത്തയായതാ. എന്റെ ഡോൾ. ഒന്ന് എണീപ്പിക്ക്. എന്നെ കൊണ്ട് പൊക്കാൻ കഴിയുന്നില്ല. നിന്റെ മുകളിൽ സൈക്കിൾ ഉണ്ട്. എടാ കഴുതേ, ആ സൈക്കിളിനെ പൊക്കാൻ അവൻ പറഞ്ഞത്. താങ്ക് യു ബണി. നീ എന്റെ ഡോൾ താഴെ വീഴുന്നതിൽ നിന്ന് രക്ഷിച്ചു. പക്ഷെ സൈക്കിൾ ഓടിക്കാൻ അവൻ ഇതുവരെ പഠിപ്പിച്ചില്ലല്ലോ. കിറ്റി, ഈ സൈക്കിള് വലുതാണ്. ഡോളിനെ ചെറിയ സൈക്കിളിലാണ് പഠിപ്പിക്കേണ്ടത്. കിട്ടി, സൈക്കിൾ കിട്ടി. ഞാൻ ചെറിയ സൈക്കിൾ വാങ്ങിക്കൊണ്ട് വന്നു. വൗ, ഇത് വളരെ ക്യൂട്ട് ആണല്ലോ. ആ, പക്ഷെ ഇതിൽ പെഡൽസ് ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ഓടിക്കും? ഇത് ഓടില്ല. ഇത് ഷോ പീസ് ആണ്. പിന്നെ ഇതിനെ കൊണ്ടുവന്നിട്ട് ലാഭം എന്താണ്? ഹണിയുടെ കുഞ്ഞനിയാ, ഈ ചെറിയ സൈക്കിൾ കൊണ്ട് ഉപയോഗം എന്താണ്? ആ ബൊമ്മയ്ക്ക് ഇത് ഓടിക്കാൻ കഴിയുമോ? കിറ്റിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ഇത് മതിയാവുമല്ലോ. കിറ്റി, ഞാനിതാ എന്താ കൊണ്ടുവന്നേന്ന് നോക്കിക്കേ. വൗ, എത്ര മനോഹരമായ സൈക്കിളാണ്. എന്നാ വാ, നമുക്ക് ഇതിനെ ഓടിക്കാൻ പഠിപ്പിക്കാം. ആ വാ. ഓ, ഇതിന്റെ കൈ ഹാൻഡിൽ വരെ എത്തുന്നില്ലല്ലോ. കാലും വളരെ ചെറുതാണ്, പെഡൽ ചവിട്ടാൻ കഴിയില്ല. സംശയമുണ്ടോ? ഇതൊരു വലിയ പ്രശ്നമായി തീർന്നല്ലോ. എല്ലാ പ്രശ്നത്തിനും ഉത്തരമുണ്ട് സോർദാർ. പറഞ്ഞുതരാം. ഡോൾ ആദ്യം മുമ്പിലിരിക്കും. കിറ്റി സൈക്കിൾ ഓടിക്കും. ഡോളിന് വളരെ സന്തോഷമാവും. സ്വയം സൈക്കിൾ ചവിട്ടുന്ന സന്തോഷം എന്റെ ഡോളിന് ഒരിക്കലും കിട്ടില്ല. അത് എപ്പോഴും മറ്റുള്ളവരെ ഓടിക്കുന്ന കണ്ടിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കും. ഞാനുള്ളപ്പോ എന്റെ സ്നേഹിത വിഷമിക്കുവോ? അതെങ്ങനെ നടക്കും? ഇപ്പൊ ഡോൾ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങും. ഇത് നല്ല ഐഡിയ ആണല്ലോ. കണ്ടില്ലേ, എത്ര വേണമെങ്കിലും സ്പീഡിൽ ഓടിക്കാൻ കഴിയും. എന്റെ ഡോൾ താഴെ വീഴും സണ്ണി. ഒന്നും സംഭവിക്കില്ല. കണ്ടില്ലേ, സണ്ണി സ്വയം ആ റിമോട്ടിനെ നശിപ്പിച്ചു. സംശയമുണ്ടോ? റിമോട്ടിന്റെ കാര്യം കളെ. ദേ നോക്ക്, സൈക്കിൾ പൊയ്ക്കൊണ്ടിരിക്കുക. അയ്യോ, എന്റെ ഡോളിനെ രക്ഷിക്കൂ. ഒന്നും പറ്റിയില്ല കിട്ടി, ഒന്നും പറ്റിയില്ല. പേടിക്കണ്ട കിറ്റി, നിന്റെ ഡോളിനൊന്നും സംഭവിക്കില്ല. ഞാനുണ്ടല്ലോ. അച്ഛ
എന്താ ഇത്? ആ, ആ, രക്ഷിക്കൂ, എന്റെ കാലിതിൽ കുടുങ്ങി. സംശയമുണ്ടോ? നീ രക്ഷിക്കാൻ പോയതാണോ അതോ സ്വയം കുടുങ്ങാൻ പോയതാണോ? പോപ്പട്ട്, നീ ആ സൈക്കിളിനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവാ. അയ്യാ. ഹണി, നീ ഈ സൈക്കിൾ വേഗം ചവിട്ടാൻ തുടങ്ങ്. വേണ്ട ബണി, റിസ്ക് എടുക്കരുത്. അവനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഇപ്പൊ കാണിച്ചു കൊടുക്കാം. ഓ ഓ ഓ ഓ രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. ആ സണ്ണി കാരണം ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായേനെ. സംശയമുണ്ടോ? എന്റെ ഡോൾ. നല്ല സമയം എന്ന് പറയാലോ. നമ്മൾ എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ ഡോൾ ഒറ്റയ്ക്കാണ് സൈക്കിൾ ഓടിച്ചിരുന്നെങ്കിലോ എന്താകുമായിരുന്നു? നമ്മൾ എല്ലാവരും സണ്ണിക്ക് താങ്ക്സ് പറയേണ്ടിയിരിക്കുന്നു. അവൻ കാരണമല്ലേ നമുക്ക് മനസ്സിലായത് ഡോൾ ഇനി അത്ര വലുതായിട്ടില്ല, അതിനെ കൊണ്ടൊരു സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല എന്ന്. അത് ശരിയാണ്. സംശയമുണ്ടോ? ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ച അത്ര ഡോൾ ഇനിയും വലുതായിട്ടില്ല. അവൾ കുറച്ചും കൂടി വളർന്നതിന് ശേഷം നമുക്ക് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കാം. ഇപ്പൊ നമ്മൾക്ക് വീട്ടിൽ പോകാം. എനിക്ക് ചെക്ക് ചെയ്യണം എന്റെ ഡോളിന് വല്ല പരിക്കും പറ്റിയിട്ടുണ്ടോ എന്ന്. ഈ കിറ്റി എങ്ങനെ അത് ചെക്ക് ചെയ്യും? ആ ഡോക്ടർ ബാലുവിന്റെ അടുത്തല്ലേ നമ്മൾ കൊണ്ടുപോകേണ്ടത്?